കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഹലോ, ഹസ്ബൻഡ് ടേക്ക് കെയർ സെന്റർ പറയൂ. ഹസ്ബൻഡ് ഞാൻ ഇവിടെ കൊണ്ടായിക്കോളും, മേഡം, കുഴപ്പമൊന്നുമില്ല. മാഡം ഒന്നും കൊണ്ട് പേടിക്കേണ്ട. മാഡം എന്ത് ദുർസ്വഭാവം ഉണ്ടെങ്കിലും ഭർത്താവിന് ഇവിടെ കൊണ്ടായിക്കോളൂ. ഞങ്ങൾ നല്ല സുന്ദര കുട്ടപ്പനാക്കി തിരിച്ചു തരും. അയ്യോ, അങ്ങനെ സുന്ദര കുട്ടപ്പനാക്കുമെന്നല്ല, പുള്ളിയുടെ ദുർസ്വഭാവം എല്ലാം മാറ്റി നന്നാക്കി തിരിച്ചു തരും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാരണവശാലും അവരെ പുറത്തേക്ക് വിടില്ല. പിന്നെ മദ്യപാനം നമ്മൾ അനുവദിക്കത്തില്ല. അതുമല്ല, ഇവിടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ആരും ഉപയോഗിക്കാൻ നമ്മൾ സമ്മതിക്കത്തേയില്ല. അതെ മാഡം. ഓ ശരി ശരി, നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും കൊച്ചുങ്ങളെ നോക്കുന്നതിനല്ലേ ടേക്ക് കെയർ സെൻ്റർ ഇടുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചതാണ് ഹസ്ബൻഡ് ടേക്ക് കെയർ സെൻ്റർ എന്ന് വെച്ചാൽ ഈ ജോലിക്ക് പോകുന്ന ഭാര്യമാർ, വിദേശത്തുള്ള ഭാര്യമാർ, ഭർത്താക്കന്മാർ ഒറ്റയ്ക്ക് വീട്ടിൽ എന്തെല്ലാം ഉടായ്പ കാണിക്കുന്നത്. വെള്ളവടി, സിഗരറ്റ് വലി, അത് പോട്ടെന്ന് വെക്കാം. ഈ അയലോക്കത്തെ പെണ്ണുങ്ങളുടെ നമ്പർ വാങ്ങിച്ചിട്ട് വാട്സപ്പിൽ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഇത് പരിപാടിയാണ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങളെ കഴുകി പശ മുക്കി അശയിലിട്ട് ഉണക്കി തേച്ച് വടിയാക്കി തിരിച്ചങ്ങ് കൊടുക്കും. ഇതാ നമ്മളിവിടെ ചെയ്യുന്നത്. സ്ത്രീവിദ്യ ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട. നിന്റെ കെട്ടിയോൻ എന്തെങ്കിലും ഉടായ്പ കാണിച്ചാൽ ധൈര്യമായിട്ട് ഇവിടെ കൊണ്ട് കാണിച്ചാലേ. ഇവിടെ എന്തെങ്കിലും വേറെ കാണിച്ചാൽ ഈ സന്ധ്യയുടെ തനി കോണം അങ്ങേര് കാണും. നിങ്ങളും അധികം ചിരിക്കണ്ട. നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ് പെണ്ണുമ്പിള്ളയെന്ന് കണ്ടുപിടിക്കട്ടെ. പിറ്റേന്ന് പോലെ നിങ്ങളും ഇവിടെ കാണും. നമ്മളിത് എത്ര കണ്ടതാ. പിന്നെ ഒരു കാര്യം കൂടെ പറയണമല്ലോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കണം. ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, രാവിലെ പത്രം കിട്ടിയാൽ അത് മൊത്തം വായിച്ച് തീർത്തിട്ടേ അടങ്ങുന്നുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ വായനക്കാരൻ ഈ പുള്ളിയാ. കുറച്ച് ബാക്കിയുള്ളവർ കൂടെ വായിക്കാൻ വേണ്ടി വെച്ചേക്കണേ. മൊത്തം വായിച്ച് തീർക്കല്ലേ കേട്ടോ. അനക്കോ അതെ. അത് ശരി, പത്രം നൂത്ത് വെച്ചോണ്ടിരുന്നു ഉറങ്ങായിരുന്നു. വെള്ളമില്ലാത്തോണ്ട് വള്ളംകളി മാറ്റി വെച്ചു. ഒരു ബക്കറ്റ് വെള്ളം എന്റെ കൈ കിട്ടാമെങ്കിൽ തലോടി ഒഴിച്ചിട്ട് ഇവിടെ ഞാൻ വള്ളംകളി നടത്തും. പത്രത്തിലാണെങ്കിൽ നല്ലൊരു പടയില്ല, വല്ല വാർത്തയുണ്ടാ? അത് എവിടെയാണ് ഇരിക്കണം എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്ന് ഉറങ്ങിപ്പോയതാ. പത്രത്തിൽ വാർത്ത ഉണ്ടോന്ന് അറിയണമെങ്കിലേ ആദ്യം ആ പത്രം ഒന്ന് നൂത്ത് പിടിച്ച് വായിക്കണം. എന്നാലും അതിനകത്ത് വാർത്ത ഉണ്ടോന്ന് അറിയാവൂ. ഇത് നൂത്ത് പിടിച്ചിരുന്ന് ഉറങ്ങല്ലേ. അലക്കല്ലേ. ഹലോ, ഹസ്ബൻഡ് ടേക്ക് കെയർ സെന്റർ പറയൂ. ഹലോ. ഹലോ പറയൂ മാഡം. അതെ, എന്റെ ഹസ്ബൻഡിനെ ഒന്ന് അവിടെ ആക്കാൻ വേണ്ടിയായിരുന്നു. അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അയ്യോ, ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടാക്കുക. നമ്മുടെ പുള്ളിയുടെ ദുർസ്വഭാവങ്ങളെല്ലാം മാറ്റി നല്ല ഭർത്താവായി തിരിച്ചു തരും. ഓഹോ, അത് ശരി. അപ്പൊ അവിടുത്തെ ഡീലിങ്സ് ഒക്കെ എങ്ങനെയാണ് മാഡം? ക്യാഷ്, അതിന്റെ കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അന്ന് പരസ്യം കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. അതിന്റെ അടിയിൽ ഒരു മൊബൈൽ നമ്പർ ഉണ്ട്. ആ മൊബൈൽ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. അത് എത്രയാണ് മാഡം? മന്ത്ലി എത്രയാണത്? ഇവിടെ നമ്മൾ 3 മാസത്തേക്ക് 1 ലാഖാണ് എടുക്കുന്നത്. 3 മാസത്തേക്ക് 1 ലാഖ്? എനിക്ക് 6 മാസത്തേക്കാണ് വേണ്ടത്. ഞാൻ ഗൾഫിൽ പോവാണ് ഇന്ന്. 6 മാസത്തേക്ക് ആകുമ്പോഴത്തേക്ക് 2 ലാഖ് ആവും, 2 ലക്ഷം. ഞാൻ നിങ്ങൾക്കൊരു ഡൊണേഷനും കൂടെ കൂടി 5 ലക്ഷം അങ്ങ് തരും. 6 മാസത്തേക്ക് എന്റെ ഹസ്ബൻഡ് ഇടണം. എത്രയാ തരുന്നേ? 6 മാസം 5 ലക്ഷം തരും. ധൈര്യമായിട്ടും മാഡം ഭർത്താവിനെയും കൊണ്ടുവന്നു. ഞങ്ങളങ്ങോട്ട് വന്നോണ്ടിരിക്കാം മാഡം. നിങ്ങളിപ്പോ എവിടെയായി? ഞങ്ങള് റൺവേയിലാണ്. അതിന് വിമാനം ഓട്ടിച്ചാണോ വരുന്നത്? അല്ലെന്ന്, ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണെന്ന്? അല്ല, ഹൈവേ വഴി. സത്യം, ഞങ്ങളിപ്പോ വരും. എന്തായാലും അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ തനിച്ചാണെന്നുള്ളൊരു വിഷമം എപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ? ഇന്ന് മുതൽ നിങ്ങൾ തനിച്ചല്ല. എനിക്ക് തോന്നി സാധനം ഒന്ന് റൂട്ടിലായിട്ട് വരുമെന്ന്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്. അയ്യടാ, ഞാൻ അതല്ല പറഞ്ഞേ. തന്നെ പോലെ വേറൊരു ഭർത്താവിനെയും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അയാളാണ് ഇന്ന് മുതൽ തന്റെ റൂമിലെന്ന്. എന്റെ റൂമിലെന്ന് ഞാൻ കിടക്കാൻ സമ്മതിക്കും. എന്തോട്ട് സമ്മതിക്കത്തില്ല? പിന്നെ വേറെ ആൾ വേറെ റൂമിൽ കിടത്തിക്കൊണ്ട് എന്റെ അടുത്ത് ഇവിടെ തീരുമാനം എടുക്കാൻ ഞാനുണ്ട്. ഞാൻ തീരുമാനിക്കുന്ന പോലെ ആണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ഇല്ലെങ്കിൽ കെട്ടും പാട്ടം എടുത്ത് വീട്ടിൽ പൊക്കോണം. ആ ഒരു കാര്യം ആദ്യം തന്റെ റൂമിൽ ചെന്നൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇത് കണ്ട് മൊത്തം വലിച്ചു വാരിയിട്ടേക്കാം. ഒരു ആണിന്റെ റൂമാണ് അത്. ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട്. ജന്മോട്ടെ എണ്ണ ഇട്ടിട്ട് പോലെ ഞാനും വരുന്നു. പ്ലീസ് എടി പോവല്ലേടി. എന്താ? ഹലോ ഹലോ, ഇനി വന്നേ. പോയി റൂം വൃത്തിയാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ബാഗ് കൊടുത്തോണ്ട് അവിടെ പോവാൻ പോണ. ബാഗ് കൊടുത്തോണ്ട് പോവാൻ? റൂം വൃത്തിയാക്കാൻ പറഞ്ഞപ്പോ ഇറങ്ങി പോകാൻ തരുമോ? മാഡം, ഞാൻ ഇവിടെ വന്നതിനാന്നറിയാവോ? എന്തിന്? ഹസ്ബൻഡ് ടേക്ക് കെയർ സെന്റർ അല്ലേ? ഇവിടെ തന്നെയല്ലേ ഞാനിപ്പം അകത്തേക്ക് ആകാൻ.
എടാ നീ ആദ്യം നിങ്ങളുടെ ആരാ നീ എന്നുള്ളൊരു തീരുമാനം എടുക്കും. ഞാനാണ് നീ. അല്ല ഞാൻ ഇവനാണ് നീ. അല്ല ഇവനാണ് നീ, ഞാനാണ് നീ. നിർത്തണോ? എടോ, നിങ്ങൾ ആരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നത് സഹോദരങ്ങളാണോ? മാഡത്തിനൊരു കാര്യം അറിയോ? എന്ത്? ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പേ സോയാബീൻസ് ആയിരുന്നു. സോയാബീൻ സോസ് തിന്നുന്ന സാധനമല്ലേ? അയ്യോ അതല്ലത്, എനിക്കിപ്പോ തന്നെ മനസ്സിലിങ്ങനെ ഒട്ടിയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ. എടോ സയാമീസ്. ആ സയാമീസ് ഇരട്ടായിരുന്നു. എന്നിട്ട് 64 ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാഡം. എന്താണ് കാര്യം? ഞങ്ങൾ പിരിഞ്ഞെന്നറിയാവോ? ഇതിന്റെ കാര്യം എന്താ? എനിക്ക് 110 ഡിഗ്രിയിൽ പനിയിൽ കിടക്കുന്നു. പിറക്കിയാണ് ഞാൻ കിടന്നത്. അപ്പൊ ഇന്നേ വരെ കുളിക്കാത്ത ഇവൻ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചിരിക്കണം. ഇവൻ തണുത്ത വെള്ളത്തിൽ. എടോ, അയാള് തണുത്ത വെള്ളത്തിൽ കുളിച്ചതിന് തനിക്കെന്താടോ? എന്റെ മേഡം, ഞങ്ങളുടെ രണ്ടുപേരുടെ ശരീരം അതുകൊണ്ടാണ്. അതൊന്നുമല്ല മാഡം, ഇവനൊരു പെണ്ണ് കേസ് ഉണ്ടായിരുന്നു, അതാണ് കാര്യം. ഇയാൾ പെണ്ണേഴ്സ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെന്ന്. പിന്നെ പെണ്ണ് കേസ് സിനിമയല്ല, പിന്നെ ഒരു പെണ്ണിനെ പ്രേമം ഉണ്ടായിരുന്നു ഇവനുമായിട്ട്. അത് ശരി, പ്രേമമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ. എന്നിട്ട് കെട്ടിയോ? ആ. ആര്? അവൻ. അതെങ്ങനെയാണോ താൻ പ്രേമിച്ച പെണ്ണ അയാൾ കിട്ടുന്നേ? ഞാൻ പ്രേമിക്കാൻ പുറമെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒട്ടിയിരിക്കല്ലേ. അതെ. ഈ വെടല എന്റെ കൂടെ വന്ന് ഞാൻ കാണിക്കണതൊക്കെ കയ്യും കാലും കാണിച്ച് ഇവൻ പ്രോമിറ്റ് ചെയ്ത് അവളെ വളച്ചങ്ങോട്ട് എടുത്തു. അതോടുകൂടി ഞാൻ പറഞ്ഞു ഇവനായിട്ടുള്ള ബന്ധം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ഡോക്ടറെ കണ്ട് മുറിച്ച് രണ്ടും രണ്ടായി. രണ്ട് പാത്രമായി ഞങ്ങൾ. രണ്ടും മാത്രം എന്നിട്ട് കയറി വന്നിരിക്കാണ്. ഇങ്ങോട്ട് മാറി നിൽക്കണം. ഇങ്ങോട്ട് വാടോ. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ഗൾഫിൽ പൊക്കൂടായിരുന്നു? എന്റെ പൊന്നെ, അവൾ ഒരുപാട് അവിടെ ചെന്ന് പറഞ്ഞു നോക്കിയതാ. എന്തുവാ? എനിക്ക് 80 കിലോ ഉണ്ട്, ആ. 30 കിലോ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ആ, പറഞ്ഞു. അപ്പൊ പിന്നെ പറ്റിയല്ല കേട്ടാ. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? താൻ ഇടക്കിടക്ക് 7 കുട്ടികൾ. 7 കുട്ടികൾ. ആ, സ്വന്തമായിട്ട് 7സ് ഫുട്ബോൾ ടീമിനെ ഇറക്കി നിൽക്കണവൻ എന്റെ മുന്നിൽ. എടാ 7th ഫുട്ബോൾ ടീമിനെ ഇറക്കിയെങ്കിൽ എനിക്ക് അവർക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ അറിയാൻ കളിക്കാൻ. വഴക്ക് കൂടല്ലേ? മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അടി ഞാൻ തെരിഞ്ഞ. അതല്ലെന്ന്. പിന്നെ മാഡം, ആ. ഇവൻ രാത്രി 10 മണിയാകുമ്പോൾ ഉറങ്ങും. ഉറങ്ങും. ഉറങ്ങുന്ന സമയത്ത് ഞാൻ മാഡത്തിന്റെ റൂമിലോട്ട് വരാം. വൃത്തികെട്ടവൻ, എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇവന്റെ കുറ്റവും കുറവും പറഞ്ഞു തരാൻ വരാന്നാ പറഞ്ഞത്. അങ്ങനെ. 3-4 രാത്രി എടുത്താലും തീരത്തിൽ ഇവന്റെ കുറ്റവും കുറവും. സോറി. എടോ, അയാൾ നല്ല മനുഷ്യനാടോ, ഞാൻ തെറ്റിദ്ധരിച്ചതാ. അവൻ നല്ല മനുഷ്യനാ. ആ. ഇവൻ ആള് ശരിയല്ല. ഇവനെ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ടാ? നമ്മളെ എനിക്ക് വേറെ ഒരു നിർബന്ധമുണ്ട്. ഇനിയും നിർബന്ധമുണ്ടോ? ഉണ്ട്. എനിക്ക് എല്ലാ ദിവസവും രാത്രി അത് കാണണം. ഏത് കാണണം? ഇതൈറ്റം വേറെ കാണണം. കോമഡി ഷോ കാണണം. ആ, അത് കാണണം. അതൊക്കെ കാണാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട്. ഞാനും എന്റെ ഭാര്യയും അത് കണ്ടു കഴിഞ്ഞേ കിടക്കത്തുള്ളൂ. അങ്ങനെ ആ. ഇവിടെ അതെല്ലാം കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആഹാ. ഇത് മാത്രമല്ല, ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ എക്സസൈസിന് വരണം. എന്തിനാണ് ഇവിടെ എക്സസൈസ് വരുന്നത്? ഇവിടെ വാറ്റിയാരാൻ വല്ലതും കൊണ്ടുവച്ചിരിക്കുന്ന? എടോ, എക്സസൈസ് അല്ല, വ്യായാമം. അതിന് പങ്കെടുക്കണം. ആ, അത് കിടക്കും. അതിനുശേഷം ഈ ഹസ്ബൻഡ് ടേക്ക് കെയർ സെന്ററിന്റെ മാത്രം ഒരു പ്രത്യേകത. എന്ത് പ്രത്യേകത? ചിരി തെറാപ്പി ഉണ്ട് ഇവിടെ. ചിരി തെറാപ്പി എന്ന് പറയുമ്പോ? ചിരി തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ചിരി മനുഷ്യന്റെ ആയുസ് കൂട്ടുന്നു. ആഹാ. അപ്പൊ ഈ തെറാപ്പിയിൽ പങ്കെടുത്ത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. ഭയങ്കരമായിട്ട് ചിരിക്കും. ഭയങ്കരമായിട്ട് ചിരിക്കും. കുടുക്കനായിട്ട് ചിരിക്കും. കുടുക്കനായിട്ട് ചിരി ചിരിക്കും. ഭയങ്കരമായിരിക്കും. ഭയങ്കരമായിരിക്കും. അങ്ങനെയാണ് ഞാൻ കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിടാം. ഈ എന്തിന്? പൊട്ടിച്ചിരിക്കുന്ന കുറെ കൗണ്ടറിന് വേണ്ടി കുറെ മിമിക്രിക്കാർ നടപ്പുണ്ട്. എനിക്കോട്ട് പറഞ്ഞു. പക്ഷെ ഭയങ്കര ചിരി. അത് നിങ്ങളെന്താ പൊട്ടിച്ചിരിക്കും? എന്നിട്ട് നിങ്ങൾ വേറെ ആളെ കൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാഡം, ഇവിടെ ഈ ചിരി ക്ലബ്ബിൽ വന്നിട്ട് ആരെങ്കിലും ചിരി ചിരിക്കാത്തതായിട്ടായിരിക്കും? ചിരി ക്ലബിൽ വന്നിട്ടും പൊട്ടിച്ചിരിക്കാത്ത ആളുണ്ട്. മനസ്സിലായി. പറയണ്ട. അത് പറഞ്ഞപ്പോ ചെറിയൊരു ചിരിയുണ്ട് കേട്ടോ. ആണോ? പിന്നെ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും നിങ്ങളുടെ റൂമിലോട്ട് പോകും. എന്റെ റൂം ഏതാ? നിങ്ങളുടെ റൂം ഒന്ന് തന്നെ. അത് ശരിയാകത്തില്ല. ഇവനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പിരിഞ്ഞാണ്. ഇനി ഒറ്റ റൂമിൽ കിടക്കുന്ന പണിയില്ല. ഇവന്റെ കൂടെ ഞാൻ കിടക്കിയല്ല, എന്നെ നിർത്തണ്ടേ? എനിക്ക് വേറെ റൂം വേണം. നിർത്ത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 202 കിടന്നു. ആ, ഞാൻ 202 കിടന്നോളാം. താൻ 208 തന്നെ കിടന്നു. അപ്പൊ പുള്ളി എത്രയിലാണ് കിടക്കണത്? 202. നമ്മളല്ല, നിങ്ങള് 208. ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം കേട്ടോ. അയ്യാ, അതിന്റെ ഇടയിൽ കൂടെ ഞാൻ റൂമൊക്കെ ഒന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? വിശപ്പുണ്ട്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തന്നെ എടുത്ത് കഴിക്കണം. നിങ്ങൾക്ക് വിശപ്പുണ്ടോ? എനിക്ക് തീരെ വിശപ്പില്ല. എങ്ങനെ വിശപ്പ് കാണും? എണ്ണം കാച്ച 3-4 കൗണ്ടറും പിഴുങ്ങിട്ട് നിൽക്കുമല്ലയോ, വിശക്കത്തേ ഇല്ല. അയ്യോ, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടെന്നറിയാം. നീ ഇവിടെ വന്നിട്ട് ആ പെണ്ണിന്റെ പുറകെ കിടക്കുന്ന എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ. ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഞാൻ വളച്ചു കൊണ്ടുവരികയല്ലായിരുന്നു. നിന്റെ ഈ മോന്ത കണ്ടാലും ഏത് പെണ്ണ് നോക്കൂടാ? എടാ, നീ ആദ്യമേ നിന്റെ മോന്ത പോയി കണ്ണാടിയെ നോക്ക്. നിന്റെ ഈ ഓഞ്ഞ മോന്ത തന്നെയാണ് എന്റെ ഈ മോന്തയും. എടാ, അതല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഒരു സ്പാർക്ക് കിട്ടി. പാർക്ക് കിട്ടിയെങ്കിൽ ആൾക്കാരെ വിളിച്ച് കൂട്ടി അതിനകത്ത് കൊണ്ടുപോയി എന്തെങ്കിലും സന്ദർശിപ്പിച്ച് കാണിക്കണം. എന്ത് പാർക്ക്? ഇല്ല, അതല്ല, ആ പെണ്ണ് എനിക്കൊരു കണ്ണുകൊണ്ട് സ്പാർക്ക് തന്നായിരുന്നു. എന്ത്? ആ പെണ്ണ് ഞാനോട്ട് അതാ മാഡം ഒരൊറ്റ
അടി തന്നാണ്ടല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങണുണ്ടെങ്കിൽ അവളുമായിട്ട് ഇവിടുന്ന് പോകുള്ളൂ. നനച്ച് തന്നെയാണോ? എന്ത്? അല്ല അവല് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവനാണ് അവള്. എടാ, നീ ഒരു കാര്യം ചിന്തിച്ചോണം. ആ. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ സന്ധ്യന്റെ പുറകിൽ കാണും. അതെല്ലാവരും പുറയിൽ അങ്ങനെ എന്തുവാ ചന്തി. എടാ, സന്ധ്യന്റെ പുറകിൽ കാണുമെന്ന് പറയപ്പോ നീ ഇപ്പൊ ഒന്നും പറയണ്ട. നീ ഇവിടെ കിടന്ന് കളിച്ചാ നിന്റെ പെടല് ഞാൻ അടിച്ചു കൊടുക്കും. എടാ, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണാടാ നിനക്ക്. എടാ, നിന്റെ കയ്യും വെച്ചോണ്ട് നീ വല്ല പണിക്ക് പോടാ. നീ എടാ, നീ കണ്ട് കറക്കി വന്നാൽ അതിന്റെ അപ്പുറത്തെ കറക്കി ഞാൻ കറക്കി നിനക്ക് തരും. നിന്റെ പെടലി ഊരി പോടാ പോടാ. നിന്നോട് സംസാരിച്ചിട്ടേ എനിക്ക് ദാഹിക്കുന്നു. ആശി വെള്ളം കുടിക്കട്ടെ. എനിക്കും വേണം, എനിക്കും വേണം. ഇല്ല, എനിക്ക് മാത്രം കുടിക്കാനുള്ള. എനിക്ക് ദാഹിക്കുന്നു. നിനക്ക് ദാഹിക്കണം, എനിക്ക് ദാഹിക്കണം. താഴെ എത്തി വെള്ളം. ഇതെന്താ? ഇട എനിക്ക് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിക്കിൾസ് ആവശ്യമാണ്. പക്ഷെ ഇത് പൊക്കിളാണല്ലോ. രണ്ടും ഒരേ കാറ്റഗറി പെടുന്നതാണ്. പിക്കിൾസ് പൊക്കിൾസ്. മാറ്റടാ, മേഡം വരട്ടടാ. ഞാൻ റെഡിയാക്കി തരാം. ആണെ പോകാൻ പറ. ഞാൻ റെഡിയാക്കി തരാം. എന്തോടോ ഇവിടെ നാറ്റം? മദ്യത്തിന്റെ മണം വരുന്നത് എന്നല്ല എന്തോടോ മദ്യത്തിന്റെ മണം? താൻ മദ്യം വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തോ മദ്യത്തിന്റെ മണം വരുന്നത്? അവൻ മതി. എന്തോടോ തന്റെ കയ്യില്? എന്തോ തന്റെ കയ്യില്? മേടിക്ക്, എന്തോടോ തന്റെ കയ്യില്? മേടിക്ക്. ആഹാ. അയ്യോ, മദ്യം മദ്യം മദ്യം. അത് ശരി. അപ്പൊ കുടിച്ചു കൂത്താടാണെന്നോ താൻ ഇവിടെ വന്നത്? ഇതെന്തോടോ റിസോർട്ടോ? ഞാൻ പറയാം. ഇത് മാത്രമല്ല, ഇവന്റെ ഇനി ഐറ്റം ഉണ്ടാവും. ബാഗ് കൊണ്ടുപോടാ. ഇവിടെ കൊണ്ടുപോടാ. ഇവന്റെ ഐറ്റം ഉണ്ടാവും. ഇവനെ എന്നെ ജീവിക്കാൻ സമ്മതിക്കല്ലോ. ആഹാ. തുറക്കല്ലേ. ഇവിടെ എന്തോ സുഖവാസത്തിന് വന്നേ. ഇതിനകത്ത് മദ്യം ഒന്നുമില്ല കേട്ടോ. ഒന്നുമില്ല അതിനകത്ത്. അതിനകത്ത് ഒളിപ്പിച്ച് കാണുവൻ. ഇതെന്തോടോ ശർക്കര? രാവിലെ അടയും അപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അത് ശരി. അപ്പൊ ഈ ബാറ്ററി എന്തിനാ? ബാറ്ററി ഇവിടുത്തെ ക്ലോക്കിലിടാൻ കൊണ്ടുവന്നു. ആഹാ. അപ്പൊ പിന്നെ ഈ ട്യൂബും കലമൊക്കെ എന്തിനാടോ? തെളിഞ്ഞ വെള്ളം തിളപ്പിച്ച് കുടിക്കണ്ടേ? എന്റെ മേഡം, ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാണല്ലേ? ഇല്ല. സ്വന്തമായിട്ട് വാറ്റി കുടിക്കാനായിട്ട് എല്ലാ ടൂൾസുമായിട്ട് ഇവന് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അത് ശരി. അപ്പൊ നിങ്ങൾ ഇതിനാ ഇവിടെ വന്നേ? ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ എന്റെ പറ്റില്ല. മാഡം, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 6 മാസം കിടക്കണ്ടേ? അപ്പൊ എനിക്കൊരു എന്റെ ട്രെയിൻ നിന്റെ ട്രെയിൻ നിന്റെ വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചാൽ അത് ഇവിടെ ഒട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ എന്റെ പെണ്ണുങ്ങളെ വിളിച്ചു പറയരുത്. പെണ്ണുങ്ങളെ വിളിച്ച് ഞാൻ ഇപ്പൊ പറയണം. ഹലോ, അതെ, ഈ ടേക്ക് കെയറിൽ നിന്ന് വിളിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കൊണ്ടാക്കിയ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ വിളിച്ചോണം. ഇവിടെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. എങ്ങനെ 5 ലക്ഷം രൂപ ഇട്ടെന്നോ? അല്ല, എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ എന്നൊന്ന് വിളിച്ചോണ്ടോ? ഇനി 1 കൊല്ലം കഴിഞ്ഞ് വരുമെന്നാ? എടോ, ഞങ്ങളെ പെണ്ണുമ്പിള്ള പറഞ്ഞ കേട്ടാ. എന്താ? ഇനി 1 കൊല്ലം കഴിഞ്ഞ വരും. അതുവരെ നമ്മൾ പിന്നെ സഹിച്ചേ പറ്റൂന്ന്. നമ്മളല്ല, മേഡം ഇനി അവനെ സഹിച്ചാ മതി.